ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടല്ല, നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന, കുട്ടികൾ വൈകുന്നേരം സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും കൂടിയും പറ്റുന്ന നല്ല സിമ്പിളായിട്ടും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോവാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു മുട്ടയാട്ടോ. അപ്പോൾ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിതാ നമ്മൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടുന്നത് ആട്ടപ്പൊടി അല്ലാന്നുണ്ടെങ്കിൽ മൈദപ്പൊടി. ആട്ടപ്പൊടി എന്ന് വെച്ചാൽ നമ്മളെ ഗോതമ്പ് പൊടി ആട്ടോ. ഗോതമ്പ് പൊടി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മൈദ എടുക്കാം. നിങ്ങൾക്ക് ഏത് പൊടിയാണ് ഇഷ്ടം എന്നുള്ളത് അതനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ്. ആ ഒരു കപ്പ് ഗോതമ്പ് പൊടി നമ്മൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി ആകുമ്പോൾ ഒന്നുകൂടി നല്ല ഹെൽത്തി അല്ലേ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത്. മൈദിനേക്കാളും എത്രയും നല്ലത് നമുക്ക് ഗോതമ്പ് പൊടി തന്നെയാണല്ലോ. അപ്പോൾ ടേസ്റ്റ് ഞാൻ മൈദ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുക്കാട്ടെ. ഞാനിപ്പോൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ഇതുപോലെ മുട്ടയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പാട്ടോ. നമുക്ക് ഈ ഒരു മാവിന് ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾ ചേർക്കാം ഇതിലേക്ക്. അപ്പോൾ ഒരു കളറിന് വേണ്ടി മാത്രമാണ്, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു പിഞ്ച് മഞ്ഞളും കൂടി നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്തതിന് ശേഷമാണ് നമ്മളിനി ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മളിതാ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം വെള്ളമൊക്കെ ചേർക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടി പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. മുട്ട ചേർത്തത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ആവശ്യം അധികം വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കേ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ കട്ട് ചെയ്യുന്നുണ്ടായാലൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മളിപ്പോൾ നന്നായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ ആക്കിയിട്ടെടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം ഈ ഒരു സമയത്ത് തന്നെ ഒഴിച്ചു കൊടുക്കണ്ട. അപ്പം നമ്മളിതായത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒരല്പം കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ആവശ്യമുണ്ട്. അപ്പം നമ്മളിതാ നമ്മൾ ഈ പൊടി കലക്കിയെടുത്ത ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി നമ്മളിതാ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കട്ടെ. നല്ല ഫൈനായിട്ട് ഈ കട്ടയൊന്നും ഇല്ലാത്ത രീതിക്ക് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുമ്പം അതിൻ്റെ അടിഭാഗത്തൊക്കെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഈ പൊടികളൊക്കെ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു പാത്രത്തിൽ മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തതിനാൽ കട്ടയൊന്നും പിടിക്കാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ നമ്മളൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുമല്ലോ, ആ ഒരു മാവാട്ടോ നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. മുട്ടയും കൂടി ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ചിലരെന്തായാലും ഗോതമ്പ് ദോശ മൈദയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മുട്ട ചേർക്കുമല്ലോ. അപ്പോൾ ആ ഒരു രീതിക്കുള്ള മാവാട്ടം നമ്മളിപ്പം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അധികം ലൂസ് ഇല്ലാതെ നമ്മളെ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ടെടുക്കാം കേട്ടോ. അപ്പം നമ്മളിപ്പം 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിന് നമ്മളിപ്പം 1/2 കപ്പ് തേങ്ങയാട്ടം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അളവ്. അപ്പോൾ അതനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരക്ക് പകരം വെല്ലം വേണമെന്നുണ്ടെങ്കിൽ വെല്ലം ചേർത്തെടുക്കാം കേട്ടോ. വെല്ലം പൊടിയായിട്ട് കിട്ടുവാണെങ്കിൽ അത് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെല്ലം ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി അതും അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളത്തിൽ നമുക്ക് ആവശ്യമുള്ള വെല്ലം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കിയിട്ട് നല്ല കട്ടിയിലുണ്ടാവുമല്ലോ, അതങ്ങ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മധുരം തന്നെ കിട്ടുമേ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ, ഒഴിവാക്കാനേ പാടില്ല. നമ്മളിതിലേക്ക് ഇപ്പം ഒരു 1/2 ടീസ്പൂണോളം ഗീ ചേർക്കുന്നുണ്ട്. നല്ല അടിപൊളി ഗീ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാകാൻ. അപ്പോൾ ഇതാ നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗീ ചേർക്കുന്നുണ്ട്. ഗീയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഏലക്കായ ആയിട്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ഏലക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്പൂൺ വെച്ചിട്ട് അല്ല കേട്ടോ മിക്സ് ആക്കുന്നത്, നമ്മളെ കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ആ ഒരു തേങ്ങയിലെ പാലും ആ ഒരു പഞ്ചസാരയൊക്കെ കൂടി ഒന്ന് മെൽറ്റായിട്ട് തുടങ്ങണം. അപ്പം നമുക്ക് ഈ ഒരു മിക്സിങ് നിർത്താം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പരിഭവം. അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മിക്സായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പം നമ്മളിതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് അധികം പ്രസ് ചെയ്യാതെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ഇതെല്ലാം കൂടി നമ്മളെ നെയ്യും പഞ്ചസാരയും തേങ്ങയൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും വരും കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ.
നിങ്ങൾക്ക് ഒട്ടും എണ്ണയൊന്നും വേണ്ട. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗീ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഗീ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ. അതിന് വേറെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാകാൻ. അപ്പോൾ അതൊരു സൈഡിലേക്ക് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം നമ്മളിതാ ഒരു പാൻ എടുത്തിട്ട് അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ ഗോതമ്പ് ദോശയുടെ ആ ഒരു മാവുണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മളെ മാവ് കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ ദോശയൊക്കെ ഉണ്ടാകാൻ. അപ്പോൾ നല്ല ലൂസായി പോകാനും പാടില്ല, എന്നാൽ നല്ല കട്ടിയിൽ ഉണ്ടാകാനും പാടില്ല കേട്ടോ നമ്മൾ ദോശ മാവൊക്കെ. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ദോശക്കല്ല് ചൂടായിട്ട് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ടുണ്ടേ. അതിന് ശേഷം നമ്മൾ ഇതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആറി വരും കേട്ടോ. നമ്മൾ അത് ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം അപ്പം തന്നെ അതങ്ങ് നന്നായിട്ട് ആറി വരും. ആറി വന്നതിന് ശേഷമായിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ 2 സ്പൂണ് തേങ്ങ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ഒരുപാട് സമയമൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ആ ഒരു സൈഡ് ഭാഗം ഒന്ന് ഇളകി തുടങ്ങുന്നതെന്ന് കാണുമ്പോൾ തന്നെ ഇതുപോലെ ഇങ്ങനെ 2 സൈഡുമായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗം നമ്മളിതാ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും കൂടി ഇതുപോലെ ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അതൊന്ന് കളറൊന്ന് മാറി ഒന്ന് മുരിഞ്ഞ് വരും. ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മുരിഞ്ഞ് തുടങ്ങുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊന്ന് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ മാറ്റി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് മുരിഞ്ഞ് വരും. കരിഞ്ഞ് പോകാതെ ശ്രദ്ധിക്കാം കേട്ടോ. അടുത്ത് തന്നെ നിൽക്കുക. എന്നിട്ട് പെട്ടെന്ന് തിരിച്ചും മറിച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും പിടിക്കില്ല, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റുമേ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗം നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മുരിഞ്ഞ് കളറൊക്കെ അങ്ങ് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കിനി ഒന്നുകൂടി ഇതുപോലെ തിരിച്ചിട്ടിട്ട് എന്ന് പ്രസ്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് രാവിലെയൊക്കെ എളുപ്പത്തിൽ കുട്ടിക്ക് ലഞ്ച് ബോക്സിലും സ്നാക്സ് ബോക്സിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റുമോ. അപ്പോൾ ഈ ഒരു സൈഡും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് സമയമൊക്കെ എടുത്തിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നർ ആയാലും സ്നാക്സ് ഒക്കെ ആയാലും നമ്മൾ ഇതുപോലെ ചില ടൈമൊക്കെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായി ഇഷ്ടപ്പെടും കേട്ടോ. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അപ്പോൾ ഇഷ്ടമാക്കിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.